ഭാരത ജനതയ്ക്ക് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. 78 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുന്ന സമയത്ത് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയായിരുന്നു. അല്ലേ? കണ്ണു തുറന്നത് സ്വാതന്ത്ര്യത്തിലേക്കായിരുന്നു എന്നർത്ഥം. അന്നത്തെ സോഷ്യൽ മീഡിയ ആയ റേഡിയോയിലൂടെ ആളുകൾ സ്വാതന്ത്ര്യം ലഭിച്ച ആ ന്യൂസ് കേൾക്കുകയായിരുന്നു. ആ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ആളുകൾ നൃത്തം ചെയ്യുകയും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആ ന്യൂസ് കേൾപ്പിക്കുന്ന റേഡിയോയെ അടക്കം ആലിംഗനം ചെയ്ത് ചുംബിച്ചു എന്നാണ് ചരിത്രം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ആ സമയത്ത് ആ ന്യൂസ് പുറത്തുവിടുന്ന സമയത്ത് എറണാകുളത്തായിരുന്നു. ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് റേഡിയോയിലൂടെ ഈ സന്ദേശം അദ്ദേഹം കേൾക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്, പക്ഷേ ഹോട്ടലിലേക്ക് കയറിയാൽ ചായ കുടിക്കാൻ പൈസയില്ല. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച ആ ന്യൂസ് അദ്ദേഹം മഴ കൊണ്ടുകൊണ്ട് ഹോട്ടലിൻ്റെ പുറത്ത് നിന്ന് മുഴുവനായി കേട്ടു എന്നാണ് ചരിത്രം. ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ രാഷ്ട്രം, അല്ലേ, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവനമാണ്. നാനാത്വത്തിൽ ഏകത്വം, അല്ലേ? മറ്റേത് നാടിനേക്കാളും വലുതായി ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് ഓരോ ഭാരതീയനും ആ വ്യക്തിയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. പലവർണ്ണ പൂക്കളുള്ള മനോഹരമായ ഒരു ഉദ്യാനം പോലെ ആണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം. ചെറിയ പൂക്കളുണ്ട്, വലിയ പൂക്കളുണ്ട്, പല നിറത്തിലുള്ളതുണ്ട്, പല ഗന്ധങ്ങളുള്ള പൂക്കളുണ്ട്. ഇതൊക്കെയാണ് ആ ഉദ്യാനത്തിൻ്റെ പ്രത്യേകത. ആ വൈവിധ്യങ്ങൾ ഉള്ളതോടുകൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ആ ഉദ്യാനത്തിൻ്റെ ഉത്കൃഷ്ടത വെളിവാവുക, അല്ലേ? ഭരണഘടനാ ശില്പിയായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ നമ്മുടെ നാട് വികസിക്കേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. പക്ഷേ ഒന്നായി നിൽക്കാനാണ് നാം എപ്പോഴും പരിശ്രമിക്കേണ്ടത്. ഈ സന്ദേശത്തിലൂടെ നമുക്ക് എന്നും മുന്നോട്ട് പോകാം.